ശിബി ചക്രവർത്തി ചരിതം. ശിബി എന്നു പേരായി ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദാനശീലനും ദയാലുവും ധർമ്മതൽപരനുമായിരുന്നു. ശ്രീകൃഷ്ണ പ്രീതിക്ക് അനവധി ദ്രവ്യം ദിവസം തോറും ആ ചക്രവർത്തി ദാനം ചെയ്യും. എൻ്റെ രാജ്യത്തിൽ ആരാഗ്രഹിച്ചാലും ശ്രീകൃഷ്ണ പ്രീതിക്കായി അവർക്ക് അതിനെ ഞാൻ കൊടുക്കും എന്ന് ആ ദാനശീലനായിരിക്കുന്ന രാജാവ് പ്രതിജ്ഞ ചെയ്തിരുന്നു. ശ്രീകൃഷ്ണൻ്റെ പ്രസാദം കൊണ്ട് രാജ്യത്തെ ഒരു ശത്രു പോലും ഇല്ലാതെ രക്ഷിച്ചു വന്നു. ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരിക്കൽ ആ മഹാരാജാവ് സ്നാനം കഴിച്ച് വിഷ്ണു പൂജ ചെയ്ത് അതിഥികളെ ഭുജിപ്പിച്ച് താൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് രാജാവിൻ്റെ കയ്യിൽ വളരെ ഭയന്ന് വിറച്ച ഒരു പ്രാവ് വന്നിരുന്നു. ആ പ്രാവ് രാജാവിനോട് പറഞ്ഞു, "അല്ലയോ മഹാരാജാവേ, എന്നെ രക്ഷിക്കണം. ഒരു പരുന്ത് തന്നെ തിന്നുവാനായി എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭവാനെ ശരണം പ്രാപിച്ചതാണ്." പ്രാവ് ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാജാവ് ഇരിക്കുന്ന ദിക്കിൽ തന്നെ പ്രാവിനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാവിനെ തിന്നാൻ അതിവേഗത്തോടെ വരുന്ന പരുന്തിനെ കണ്ടു. ശിബി ചക്രവർത്തി ആ പരുന്തിനെ നിരോധിച്ചു. അപ്പോൾ പരുന്ത് പിന്തിരിഞ്ഞിട്ട് വളരെ വിശപ്പോടുകൂടി രാജാവിൻ്റെ അടുക്കലിരുന്നു. രാജാവിനോട് വളരെ ധൈര്യത്തോടെ പറഞ്ഞു, "അല്ലയോ മഹാരാജാവേ, ഭവാൻ വളരെ ധർമ്മശീലനാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അധർമ്മത്തെ ചെയ്യാൻ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഈ പ്രാവിനെ എനിക്ക് ഭക്ഷ്യസാധനമായിട്ടാണ് ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, സംശയമില്ല. ഞാൻ അതിനെ ഭക്ഷിക്കാൻ വരുമ്പോൾ ഭവാൻ എന്നെ തടുക്കുന്നത് എന്താണ്? ഞാൻ വളരെ ദിവസമായി വിശന്നുകൊണ്ട് നടക്കുന്നു. എൻ്റെ പ്രാണരക്ഷയ്ക്കായി ദൈവം ഇതിനെ കാണിച്ചു തന്നതാണ്. അതിനെ ഭവാൻ രക്ഷിക്കുകയും ചെയ്തു. ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും." രാജാവ് പറഞ്ഞു, "ഇതിനെ നിന്റെ ഭക്ഷ്യസാധനമായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചെന്നത് സത്യം തന്നെ. അങ്ങനെയാണെങ്കിലും അത് എന്നെ ശരണം പ്രാപിച്ചതുകൊണ്ട് ഞാൻ ഇതിനെ എങ്ങനെയാണ് തരുന്നത്? വിശേഷിച്ച് ഞാൻ എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനാണ്. രാജ്യത്തെ ത്യജിക്കാം, പുത്ര കളത്ര മിത്രാദികളെയും ത്യജിക്കാം, എൻ്റെ ശിരസിനെ പോലും ത്യജിക്കാം. ധർമ്മശീലനായുള്ളവൻ ശരണാഗതനെ ഒരിക്കലും ത്യജിക്കരുത്. ഈ ധർമ്മത്തെ വിചാരിച്ചാണ് ഞാൻ ഇതിനെ രക്ഷിച്ചത്. നീ വളരെ വിശന്നവനാണ്, ശരി തന്നെ. നിനക്ക് വേണ്ടുന്ന ഭക്ഷണം ഞാൻ തരാം. എൻ്റെ നായാട്ടിൽ കൊന്ന മൃഗങ്ങളുടെ മാംസം ഇവിടെ ധാരാളമുണ്ട്. വിശപ്പ് മാറ്റുവാൻ വേണ്ടി അതിനെ നല്ലവണ്ണം ഭക്ഷിക്കൂ. ശരണാഗതനായിരിക്കുന്ന ഇതിനെ നീ വിട്ടുകളഞ്ഞാലും." പരുന്ത് പറഞ്ഞു, "ഞാൻ പ്രാവിനെ ഒഴിച്ച് വേറെ യാതൊന്നിനെയും ഭക്ഷിക്കില്ല. ഭവാനു വേണ്ടി ഒന്നു ചെയ്യാം. ഈ പ്രാവിൻ്റെ മാംസം എത്രയുണ്ടോ അത്ര മാംസം ഭവാന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് തരുന്നതായാൽ ഞാൻ അതിനെ ഭക്ഷിച്ച് തൃപ്തിപ്പെടാം." ഇത് കേട്ടപ്പോൾ രാജാവ് വളരെ സന്തോഷിച്ച് "നല്ലത് നല്ലതെന്ന് പറഞ്ഞു ഒരു ത്രാസ് കെട്ടി അതിൻ്റെ ഒരു തട്ടിൽ പ്രാവിനെ വെച്ചു. തൻ്റെ ശരീരത്തെ മുറിച്ച് ത്രാസിൻ്റെ മറ്റേ തട്ടിൽ വെച്ചു തുടങ്ങി. എല്ലാ മാംസവും മുറിച്ചു വെച്ചിട്ടും പ്രാവിൻ്റെ തൂക്കത്തോളം ഉണ്ടായില്ല. "അല്ലയോ മഹാരാജാവേ, ഇനി മതിയാക്കുക. എനിക്ക് തൃപ്തിയായി. ഞങ്ങൾ രണ്ടാളും ഇന്ദ്രനും അഗ്നിയുമാണ്. അങ്ങയെ പരീക്ഷിക്കാൻ വന്നവരാണ്. ഭവാൻ ദൃഢഭക്തൻ തന്നെയാണ്, സംശയമില്ല." എന്നിങ്ങനെ പറഞ്ഞ് പരുന്ത് ഇന്ദ്രനായും പ്രാവ് അഗ്നിയായും ഭവിച്ചു. അവർ രണ്ടാളും രാജാവിനോട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ശിബി ചക്രവർത്തി അവരെ തൊഴുതുകൊണ്ട്, "എനിക്ക് എല്ലാ ജന്മങ്ങളിലും ശ്രീകൃഷ്ണനിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം. ഈ വരമാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ഒരു വരവും എനിക്ക് വേണ്ട" എന്ന് പറഞ്ഞു. ഇത് കേട്ട ഇന്ദ്രനും അഗ്നിയും "അങ്ങനെ തന്നെ സംഭവിക്കും, സംശയമില്ല" എന്ന് പറഞ്ഞു മഹാരാജനെ പ്രശംസിച്ചുകൊണ്ട് അവരവരുടെ ലോകങ്ങളിലേക്ക് പോയി. ഇങ്ങനെ ശിബി ചക്രവർത്തിയുടെ ചരിത്രത്തെ ചുരുക്കി പറഞ്ഞു. പുരാണങ്ങളിൽ വിസ്താരമായി വ്യാസൻ പറഞ്ഞിട്ടുള്ളത് പ്രസിദ്ധമാണ്. ശിബി ചക്രവർത്തിയുടെ ഈ ചരിത്രത്തെ കേൾക്കുന്നവർക്ക് ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാകും. ഇഹലോകത്തിൽ സകല സുഖങ്ങളും മരിച്ചതിന് ശേഷം ഉത്തമഗതിയും സിദ്ധിക്കുകയും ചെയ്യും.